പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക് പോകുകയാണ്. ശ്രീ റോണി കെ ബേബി, ഈ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് UPA സർക്കാരിൻ്റെയൊക്കെ കാലത്ത് തുടർച്ചയായി നമ്മുടെ രാജ്യത്ത് സ്ഫോടന പരമ്പരകൾ നടന്നിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അതുമായി താരതമ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഇന്ന് നമ്മുടെ മെട്രോ നഗരങ്ങൾ പൊതുവെ ശാന്തമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഡൽഹിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഭീകരാക്രമണം എന്ന് പറയുന്നത് 2014 ശേഷം, അതായത് നമ്മുടെ രാജ്യത്ത് ഒരു ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് ഒരു മെട്രോ നഗരത്തിൽ ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടായേക്കാം, അവിടെ സൈന്യത്തിൻ്റെ തിരിച്ചടികളൊക്കെ നടക്കുന്നത് നമുക്കറിയാവുന്നതാണ്, ആ വസ്തുത അംഗീകരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും മറ്റ് നഗരങ്ങളെല്ലാം പൊതുവെ ശാന്തമായിരുന്നു. ഡൽഹിയിൽ തന്നെ ആദ്യത്തെ സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് രാജ്യതലസ്ഥാനത്തുണ്ടായിട്ടുള്ള ഒരു ഭീകരാക്രമണത്തെ എങ്ങനെയാണ് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് നോക്കിക്കാണുന്നത്? ഞാൻ ഈ ചർച്ചയിൽ എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട വിദ്യാസാഗർ ഗുരുമൂർത്തി, അദ്ദേഹം ശ്രീ രാഹുൽ ഗാന്ധിയെ, അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, പാർലമെന്ററി രേഖകളിൽ ഉൾപ്പെടെ, പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം രാഹുൽ ഗാന്ധി എന്നാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധി അപമാനിക്കുന്ന രീതിയിൽ ഒരു പരാമർശം നടത്തി. ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മാന്യത പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ജനൻ TV ഒരു റെസ്പോൺസിബിൾ മീഡിയ എന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ പേര് രാഹുൽ വിൻസി എന്നാണ് ഒഫീഷ്യൽ നെയിം പാസ്പോർട്ടില്. അത് സംഘപരിവാറിന്റെ പാഠശാലകളിൽ പറഞ്ഞാൽ മതി, ഇതുപോലെയുള്ള പബ്ലിക് മീഡിയയിൽ പാസ്പോർട്ട് കാണിക്കും, ധൈര്യം പാസ്പോർട്ട് കാണിക്കും. അതിലെവിടെ ഗാന്ധി ഉള്ളത്? ഇല്ല, നിങ്ങളുടെ പ്രധാനമന്ത്രി, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി ഉണ്ട്, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി അത് പറയട്ടെ. ഞാൻ പറയട്ടെ, ഗാന്ധിയായിട്ട് എന്ത് ബന്ധമാണ് ഇദ്ദേഹത്തിന്? അദ്ദേഹത്തിന് ഫിറോസ് ഷാ ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ പിതാവ് ഫിറോസ് ഷാ ഗാന്ധി. ഫിറോസ് ഷാ ഗാന്ധിയാണ്, ഫിറോസ് ഷാ ഗാന്ധിയല്ല, ഫിറോസ് ഷാ ഗാന്ധിയാണ് അദ്ദേഹത്തിന്റെ പേര്. സുഹൃത്ത്, നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിക്കാതെ, അദ്ദേഹം ചരിത്രം പഠിച്ചാണ് നിങ്ങൾ ഫിറോസ് ഷാ ഗാന്ധി എന്ന് തന്നെയാണ്. ഗാന്ധിയല്ല, ഗണ്ഡിയാണ്, ഫിറോസ് ഷാ ഗണ്ഡിയാണ് അയാൾ. ഫിറോസ് ഷാ ഗാന്ധി എന്ന് തന്നെയാണ്, മഹാത്മാഗാന്ധിയുടെ ഗാന്ധി അല്ലാതെ ഫിറോസ് ഷാ ഗാന്ധി എന്ന് തന്നെയാണ്. നിങ്ങൾ ഇതൊക്കെ ഫിറോസ് ഷാ ഗണ്ഡി, അത് നിങ്ങളുടെ തന്ത്രമാണ് ഗാന്ധിയെ വ്യാഖ്യാനിക്കുന്നത്, ഗാന്ധിയുടെ പേര് കൂട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കുക. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം പോലും നിങ്ങൾക്ക് സംഘപരിവാറിന്റെ വ്യാഖ്യാനം. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ, ഇന്ത്യയുടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ, അദ്ദേഹം അത് വെച്ചാണ് അദ്ദേഹത്തിന് ശരിക്കും രാഹുൽ വിൻസി എന്നാണ്. എവിടെ ഗാന്ധി വന്നത്? അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ അതൊരു കുടുംബ പേരായിട്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ബന്ധുക്കളാണോ? ഇവിടെ ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ പേരുണ്ട്. അങ്ങ് ആ പേര് ഇവിടെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ ഇവിടെ അങ്ങോട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ലെങ്കിൽ ആങ്കർ ഉപയോഗിക്കണം. അല്ലാത്തൊരു ചർച്ചയിൽ എനിക്ക് ഓക്കെ. ഇപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഭീകരതയ്ക്ക് മതമുണ്ടോ, ഭീകരാക്രമണമാണോ എന്നൊക്കെ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സ്റ്റാൻഡ് ഈ വിഷയത്തിൽ എന്താണ്? ഇന്നലെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടമായിരുന്നു. ഞാൻ ഇന്നലെ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ, ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നോ, പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഒരു പരാമർശം ഉണ്ടാകും. ഇതൊരു തീവ്രവാദി ആക്രമണമാണ്, ഇതൊരു ഭീകരവാദി ആക്രമണമാണ്, നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോലും ഇന്നലെ വന്നിരിക്കുന്നത് ഇതൊരു സംഭവമാണ്, ഇറ്റ്സ് ആൻ ഇൻസിഡന്റ്. അതിനപ്പുറത്തേക്കൊരു വ്യാഖ്യാനം ഇന്ത്യ ഗവൺമെന്റ് പോലും നൽകാത്ത സാഹചര്യത്തില് ഇതിന് തീർച്ചയായിട്ടും ഇത് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനയുടെ സ്പോൺസർ ചെയ്താൽ നമ്മൾ ആ രീതിയിൽ തന്നെ കൃത്യമായി ചർച്ച ചെയ്യും. പക്ഷെ നമ്മള് വെറും അനുമാനങ്ങളിൽ നിന്നുകൊണ്ട്, വെറും മുൻവിധികളിൽ നിന്നുകൊണ്ട് ഇത് ഒരു തീവ്രവാദി ആക്രമണമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയട്ടെ. കാരണം ഈ രാജ്യത്ത് അതിനൊരു NIA സംവിധാനമുണ്ട്, ഇവിടെ കുറ്റാന്വേഷണ ഏജൻസികളുണ്ട്, വലിയ രീതിയിൽ വളരെ പ്രൊഫഷണലിസമുള്ള, വളരെ സമഗ്രമായി അന്വേഷണം നടത്തുന്ന ഏജൻസികളുണ്ട്. അവരുടെ ഒന്നും വിശ്വാസ്യതയെ നമ്മൾ ചോദ്യം ചെയ്ത് നമ്മൾ അവരെ എല്ലാം വിശ്വസിക്കുന്നു. പക്ഷെ ഇതുവരെ എനിക്ക് ഈ ചർച്ചകൾ വന്നപ്പോൾ ഞാൻ ഒരു വ്യാഖ്യാനം ഞാനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്തുണ്ടായോ? ഇങ്ങനെയെങ്കിൽ ഇതിന്റെ പിന്നിൽ ലഷ്കർ ഇ തോയ്ബയാണ് എന്ന്, അല്ലെങ്കിൽ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന തീവ്രവാദമാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചർച്ച ചെയ്യാം. നമ്മൾ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിനെ ആരും ഇവിടെ നിഷേധിക്കത്തില്ല. ഇവിടെ ഞാൻ വിശ്വസിക്കുന്നത് അത് ഏത് തരത്തിലുള്ള തീവ്രവാദി ആക്രമണമായിക്കോട്ടെ, നിരപരാധികളായിട്ടുള്ള, സാധുക്കളായിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് അതിന്റെ ഇരകളായി മാറുന്നത്, അതിനെ മതപരമായി ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്. ഒരു മതത്തിനും, കാരണം തീവ്രവാദത്തിന് മതമില്ല, പക്ഷെ തീവ്രവാദികൾക്ക് മതമുണ്ട്. ഞാൻ കൃത്യമായി കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കൃത്യമായി തന്നെ പറയാം. കാരണം നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഇവിടെ മലേഗാവ് പോലെയുള്ള ഭീകര ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ ചലഞ്ച് ചെയ്തു, കോടതി വെറുതെ വിട്ടില്ല. ഞാൻ കൃത്യമായി പറയാം, അന്ന് ആ കേസ് അന്വേഷിച്ചിരുന്ന ഹേമന്ത് കർക്കരെ മലേഗാവ് കേസുമായി ബന്ധപ്പെട്ട് നൽകിയ കുറ്റപത്രത്തിൽ
വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അഭിനവ് ഭാരത് എന്ന് പറയുന്ന സംഘടന ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഉള്ള സംഘടനയാണ്. ഇത് അതുമായി ബന്ധപ്പെട്ട ഒരു ടെററിസമാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത് മതത്തിന് തീവ്രവാദമില്ല. അല്ല ശ്രീ റോണി കെ ബേബി, അത് മൻമോഹൻ സിംഗ് ഒരു പക്ഷേ അവിടെ ഒരു സൈഡിൽ അങ്ങനെ പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ സുശീൽ കുമാർ ഷിൻഡെയെ പോലെ പി ചിദംബരത്തെ പോലെയൊക്കെയുള്ള അന്നത്തെ UPA ഗവൺമെന്റിന്റെ കാലത്തെ പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ പ്രതിരോധവും ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ തുടർച്ചയായി ഹിന്ദുത്വ ഭീകരത എന്നൊരു പദപ്രയോഗം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. കാരണം ഹിന്ദുത്വ ഭീകരത എന്ന് പറയുന്ന ഒരു ഒരു ടേം അന്നാണ് ആദ്യമായിട്ട് ആളുകൾ കേൾക്കുന്നത്. കാരണം ഹിന്ദുത്വത്തെ പറ്റി അങ്ങനെ ഡിഫൈൻ ചെയ്ത ആരും തന്നെ ഇല്ല. ഒരു ഹൈന്ദവ സംഘടനയെ പോലും ഇന്നേ വരെ ഭീകരവാദത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടില്ല. അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും. ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ബാൻ ചെയ്തിരിക്കുന്ന സംഘടനകളുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ അതിൽ 1 മുസ്ലിം തീവ്രവാദികളെയാണ് ബാൻ ചെയ്തേക്കുന്നത്, 2 ഖാലിസ്ഥാൻവാദികളെ ബാൻ ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ബാൻ ചെയ്തിട്ടുണ്ട്, വടക്ക് കിഴക്കൻ മേഖലയിൽ മിഷണറി പ്രവർത്തനം നടത്തുന്നവരെ ബാൻ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പോലും ഒരു ഹൈന്ദവ സംഘടനയെ പോലും ബാൻ ചെയ്യേണ്ട വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ. ഞങ്ങളുടെ ഒരു നിലപാട് അങ്ങനെയായിരുന്നു. കാരണം ഇതിനെ ഒരിക്കലും മതത്തിന്റെ പരിപ്രേക്ഷ അങ്ങ് ചോദിച്ചു. സുശീൽ കുമാർ ഷിൻഡെ അല്ലെങ്കിൽ പി ചിദംബരം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. സുശീൽ കുമാർ ഷിൻഡെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഉത്തരവാദിത്വ നേതാവായിരുന്നു. മലേഗാവ് സംഭവം നടന്നത് മഹാരാഷ്ട്രയിലാണ്. എന്നിട്ട് എന്തായി? കോടതി പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ഇല്ല എന്ന്? നിങ്ങൾ സന്യാസിമാരെ പിടിച്ച് ജയിലിലിട്ടില്ലേ? സ്വാതി പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ പോലെ ഉള്ള വനിതാ സന്യാസിമാരെ പിടിച്ച് എത്രയോ വർഷം ജയിലിലിട്ട് പീഡിപ്പിച്ചു. അവർ ജയിലിലോട്ട് പോകുമ്പോൾ നടന്നു പോയൊരു സന്യാസിനി പിന്നീട് വീൽ ചെയറിലാണ് പുറത്തേക്ക് വന്നത്. നിങ്ങൾ ഉത്തരവാദിത്തം പറയുമോ? ഏതാണ്ട് 19 വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തെ കോടതികൾ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഹിന്ദുത്വ ഭീകരത ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്നുണ്ടോ? ഇവരാരുമല്ല ഇതിന്റെ ഉത്തരവാദികളെങ്കിൽ ആരാണ് യഥാർത്ഥ ഉത്തരവാദികൾ? ഞാൻ ചലഞ്ച് ചെയ്യുക. ഞാൻ കൃത്യമായി പറയാം. അങ്ങ് രോഹിണി സാലർ എന്ന ആളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മലേഗാവ് കേസിലെ NIA പ്രോസിക്യൂട്ടർ ആയിരുന്നു രോഹിണി സാലർ. അവരുടെ പേര് ഇമാംദാർന്നോ അല്ലെങ്കിൽ അംജുദ് ഖാൻ എന്നൊന്നും ആയിരുന്നില്ല, രോഹിണി സാലർ. അവർ പറഞ്ഞ് കൃത്യമായിട്ട് അറിയോ, ഞാൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളെല്ലാം അപ്ഷ്മായി. എന്റെ മേൽ കനത്ത സമ്മർദ്ദമായിരുന്നു. ദേവേന്ദ്ര ഫട്നാവിസ് ഗവൺമെന്റ്, BJP ഗവൺമെന്റ് മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നതിന് ശേഷം എന്റെ മേൽ കനത്ത സമ്മർദ്ദമായിരുന്നു ഈ കേസ് ഒഴിയുവാൻ, ഈ കേസ് തോറ്റുകൊടുക്കുവാൻ. ഞാൻ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളെല്ലാം അപ്ഷ്മായി. ഈ രോഹിണി സാലറിന് എന്ത് ചെയ്തറിയോ? അവര് സത്യസന്ധമായി നിന്നതിന്റെ പേരിൽ NIA ഈ പ്രോസിക്യൂട്ടർ ലിസ്റ്റിൽ നിന്നും അവരെ ഒഴിവാക്കി. ഇപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കൂടെ നമ്മൾ പറഞ്ഞു പോകണം. അല്ലാതെ കോടതി ഈ പറയുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെയും അല്ലെങ്കിൽ പ്രസാദ് പുരോഹിതനെയും അല്ലെങ്കിൽ ഈ പറയുന്ന അമീസ് ആനന്ദിയും ഒക്കെ അവരെയൊക്കെ കുറ്റവിമുക്തരായി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന്റെ ഒരു മർമ്മമുണ്ട്. ഇതൊക്കെ എന്താ പറയുന്നത്? ശൂന്യാകാശത്ത് നിന്നും പൊട്ടുവീണ സംഭവങ്ങളാണോ? ഈ സംജോത എക്സ്പ്രസ്, മക്ക മസ്ജിദ്, മലേഗാവ് ഇൻസിഡന്റ് ഒക്കെയെങ്കിൽ ഈ പറയുന്ന അഭിനവ് ഭാരത് എന്ന സംഘടനയ്ക്കല്ല ഇതിന്റെ ഉത്തരവാദിത്വമെങ്കിൽ നിങ്ങൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾക്ക് പുനരന്വേഷണം നടത്താമല്ലോ. ഇത് ആരാണ് ഈ സംഭവങ്ങൾക്ക് ഉത്തരവാദി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ 10-12 വർഷമായി ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും തീവ്രവാദ അന്വേഷണ ഏജൻസികളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരല്ലേ? നിങ്ങൾ അന്വേഷിക്കേ. അപ്പോൾ വളരെ ഇപ്പോൾ അതായത് കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഇവിടെ അത് സ്ഫോടനങ്ങൾ ഉണ്ടായതാണെന്നും ഇവിടെ അത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടതാണെന്നും ഇത്രയും ഡസൻ കണക്കിന് ആളുകൾ ആ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതാണെന്നുള്ള നമുക്ക് എവിഡൻസ് ആണ്, സത്യങ്ങളാണ്. പക്ഷേ അതിനെ ഒരിക്കലും ഞങ്ങള് ഒഫീഷ്യലായിട്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ഒരിക്കലും ഒന്നിനെയും ഒരു മതത്തിന്റെ പേരിൽ സംഭവത്തിൽ തന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഞാൻ എല്ലാം ഈ രാജ്യം മുഴുവൻ ഇന്നലെ സ്വാഭാവികം പ്രതീക്ഷിച്ചത് പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. കാരണം ബീഹാർ പോലെ ക്രൂഷ്യലായ ഒരു ഇലക്ഷൻ വരുമ്പോൾ ഇതിനെ ജെയ്ഷെ മുഹമ്മദിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് ഇന്നത്തെ സംഭവം നടത്തി എത്ര മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ഒരു ഒഫീഷ്യൽ പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഏതെങ്കിലും ഒരു BJPയുടെ ഒഫീഷ്യൽ ഹാൻഡിലിൽ നിന്നും ഒരു BJPയുടെ ഔദ്യോഗിക വക്താക്കളുടെ ഭാഗത്തും BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഭാഗത്തും ഇതൊരു തീവ്രവാദി ആക്രമണം വന്നിട്ടുണ്ടോ? അന്ന് ചർച്ച ചെയ്യും. നമ്മൾ ഇതിനെ ഒരു മുൻവിധിയോട് കൂടി സമീപിക്കുന്നതിനോട് ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം.